എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രഖ്യാപനം കിട്ടിയത്? എനിക്കും ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് ഇടാറുണ്ട്. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമെന്ന്. പെട്രോളിനെ പറ്റി ഞാൻ അടുത്തത് പറയാം കേട്ടോ. 50 രൂപയ്ക്ക് കൊടുക്കാമെന്ന് BJP പറഞ്ഞല്ലോ. എവിടെയാണ് BJP പറഞ്ഞത്? നിങ്ങൾ സ്കൂളിൽ പോകാത്തത് വലിയ കുഴപ്പമാണ് എന്ന് തന്നെ ഞാൻ വീണ്ടും പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹിന്ദി വലുതായിട്ട് മനസ്സിലാവുന്നില്ല. 50 രൂപയ്ക്ക് ഗ്യാസ് എന്നൊരു വാഗ്ദാനം അവർ നൽകിയിട്ടുമില്ല. നൽകാത്തത് കൊണ്ട് തന്നെ അത് നടപ്പിലാക്കേണ്ട കാര്യവും അവർക്കില്ല. BJP ഒരിക്കലും 50 രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്ന വാഗ്ദാനം നൽകിയിരുന്നില്ല. മറിച്ച് BJP നേതാവായ കുമ്മനം രാജശേഖരൻ പറഞ്ഞത് GSTക്ക് കീഴിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വരികയാണെങ്കിൽ 1 ലിറ്റർ പെട്രോളിന്റെ വില എന്ന് പറയുന്നത് 60 രൂപയോളം എത്തിയേക്കാം എന്നാണ്. BJP ഒരിക്കലും വാഗ്ദാനം ചെയ്തിട്ടില്ലാത്ത സംഗതികൾ അവരുടെ തലയിൽ കെട്ടിവെക്കുന്നത് ആരാണ് ഇതൊക്കെ പറഞ്ഞു വരുത്തുന്നത്? ഇപ്പോൾ എന്തുകൊണ്ടാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് കുറവ് വരുന്നത്? 50 രൂപയ്ക്ക് പെട്രോള്, 50 രൂപയ്ക്ക് ഡീസൽ, 50 രൂപയ്ക്ക് ഗ്യാസ്, ഇതൊക്കെ BJP വാഗ്ദാനം ചെയ്തിരുന്നു അധികാരത്തിൽ കയറുന്നേക്ക് മുൻപ്. ഇപ്പൊ പക്ഷേ അതിനെല്ലാം വില കൂടി. ഈ ഒരു പ്രസ്താവന നിങ്ങൾ ഇപ്പോഴല്ല കേൾക്കുന്നത് അല്ലെ? വ്യാപകമായിട്ട് ചാനലുകാര് അതുപോലെ ചില ചില ആൾക്കാര് എങ്ങനെ അടിച്ചു വിടുന്നത് കാണാം. 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് തന്നില്ല, 50 രൂപയ്ക്ക് ഗ്യാസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് തന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട്. ഞാൻ വെറുതെ പറയുമല്ല, ഈ വീഡിയോ ഒന്ന് കണ്ടോ. എപ്പൊ പാല് കിട്ടിയാലും നല്ല ഹോർലിക്സ് ഇട്ട് അടിക്കും. 3 നേരം പാല് കിട്ടി അടിക്കുന്ന ആളാണ്. അത് നിർത്തിയാവോ? പാല് നിർത്തി എപ്പൊ നിർത്തി? അതിപ്പോ ഈ 1-ാം തീയതി തൊട്ട് നിർത്തി. വില കൂടിയതിന്റെ ഒരു ഭാഗമാണോ? വില കൂടിയതിന്റെ ഭാഗം തന്നെ. ബുദ്ധിമുട്ടല്ലേ ശരിക്കും? സ്ഥിരം പാല് കുടിക്കുന്നവർ മാത്രമല്ല, ഗ്യാസാണ് 50 റുപ്യക്ക് തരാ പറഞ്ഞിട്ട് അങ്ങനെ പറ്റിച്ച് അല്ലെ നോട്ടിനെ എടുത്തുങ്ങാണ്ട് അയാള് 1500 ആക്കാൻ പോവാണ്. കണ്ടോ, ഈ അമ്മച്ചിയെയും ആരോ 50 രൂപയ്ക്ക് ഗ്യാസ് കൊടുക്കാമെന്ന് മോദി പറഞ്ഞിരുന്നു എന്നും പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. അത് കിട്ടാത്തത് കൊണ്ട് തന്നെ മോദിയെ വളരെ അമർഷത്തോടെ അയാൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പോ 1500-ലാക്കിയത് എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മച്ചി പറയുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. സ്വാഭാവികമാണ് ആ അമർഷം അല്ലെ? ഈ ചാനലുകാര് ഗ്യാസ് ഇപ്പൊ കിട്ടാത്തതിന്റെ പേരിൽ വീടുകൾ കയറി ഇറങ്ങി എടുത്ത സർവേയുടെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ ഇപ്പൊ കാണിക്കുന്നത്. അതാണല്ലോ അവരുടെ പണി. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് BJP എപ്പോഴെങ്കിലും അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ചാണ്. നമുക്ക് എയോട് ചോദിക്കാം. ഇല്ല. 50 രൂപയ്ക്ക് പാചകവാതകം നൽകാമെന്ന് BJP ദേശീയ തലത്തിലോ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലോ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയിട്ടില്ല. തെരഞ്ഞെടുപ്പുകളിൽ 50 രൂപയ്ക്ക് ഗ്യാസ് നൽകാമെന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന തരത്തിലുള്ള ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. BJPയുടെ മുൻകാല തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ ഉൾപ്പെടുത്തിയിരുന്ന പ്രധാന ഗ്യാസ് വാഗ്ദാനങ്ങൾ താഴെ പറയുന്നവയാണ്. കേരളം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് വർഷത്തിൽ 2 സൗജന്യ സിലിണ്ടറുകൾ ഓണം, ക്രിസ്മസ് എന്നിവയ്ക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. തമിഴ്നാട് പൊങ്കൽ, ദീപാവലി, തമിഴ് പുതുവർഷം എന്നീ ആഘോഷവേളകളിൽ വർഷത്തിൽ 3 LPG സിലിണ്ടറുകൾ സൗജന്യമായി നൽകുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, ഉദാഹരണത്തിന് രാജസ്ഥാൻ 450 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ നൽകാമെന്ന് BJP വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പോലുള്ള പദ്ധതികളിലൂടെ യോഗ്യരായ ഗുണഭോക്താക്കൾക്ക് പ്രത്യേക സബ്സിഡികൾ നൽകുന്നുണ്ടെങ്കിലും പൊതുവിപണിയിൽ 50 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ ലഭ്യമാക്കുമെന്ന് പാർട്ടി ഇതുവരെയും എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രഖ്യാപനം കിട്ടിയത്? എനിക്കും ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് ഇടാറുണ്ട്. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമെന്ന്. പെട്രോളിനെ പറ്റി ഞാൻ അടുത്തത് പറയാം കേട്ടോ. 50 രൂപയ്ക്ക് കൊടുക്കാമെന്ന് BJP പറഞ്ഞല്ലോ. എവിടെയാണ് BJP പറഞ്ഞത്? BJP കേരളത്തിൽ കൊണ്ടുവന്ന പ്രകടന പത്രികയൊന്നും നടപ്പിലാക്കേണ്ട ആവശ്യം ഇതുവരെ BJPക്ക് ഇല്ല. കാരണം BJP ഒരിക്കലും കേരളം ഭരിച്ചിട്ടില്ല. നിങ്ങൾ അവർക്ക് ഭരണം കൊടുക്കുകയാണെങ്കിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രകടന പത്രിക നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരിക്കലും ഭരണം കൊടുത്തിട്ടില്ല എന്നിരിക്കെ എന്തുകൊണ്ട് ഇത് തന്നില്ല എന്ന് കേരള BJPയോട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കില്ല. ഇനി കേന്ദ്ര BJP പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സംഗതികളും രാമക്ഷേത്രം അടക്കം ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. 50 രൂപയ്ക്ക് ഗ്യാസ് എന്നൊരു വാഗ്ദാനം അവർ നൽകിയിട്ടുമില്ല. നൽകാത്തത് കൊണ്ട് തന്നെ അത് നടപ്പിലാക്കേണ്ട കാര്യവും അവർക്കില്ല. ഉജ്ജ്വല യോജന വഴി ഒരുപാട് പേർക്ക്, അതായത് നിലവിൽ 9 സിലിണ്ടർ വരെ സബ്സിഡിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. BPL കുടുംബങ്ങൾക്കല്ല, ഉജ്ജ്വല യോജന വഴി ഗ്യാസ് നേടിയ ആൾക്കാർക്ക്. ഇപ്പോ ഗ്യാസിന്റെ ഈ പറയുന്ന കുറവ് മൂലം അത് 3 സിലിണ്ടർ ആക്കി കുറച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ആകെ അവർ പറഞ്ഞതും ചെയ്തതും. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പെട്രോളിന്റെ കാര്യം, 50 രൂപയ്ക്ക് പെട്രോൾ. ഇപ്പൊ ഞാൻ എല്ലാ വീഡിയോന്റെയും താഴെ കാണാറുണ്ട് കുറെ ആൾക്കാർ വന്ന്, ചേച്ചി 50 രൂപയുടെ പെട്രോളിന്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുന്നത്. നിങ്ങൾ സ്കൂളിൽ പോകാത്തത് വലിയ കുഴപ്പമാണ് എന്ന് തന്നെ ഞാൻ വീണ്ടും പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹിന്ദി വലുതായിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ ചുമ്മാ പറയുമല്ല. 50 രൂപയ്ക്ക് പെട്രോൾ എന്നുള്ള വാഗ്ദാനം BJP നൽകിയിട്ടുണ്ടോ? അത് മേയോട് ചോദിക്കാം. ഇല്ല. BJP അധികാരത്തിൽ വന്നാൽ പെട്രോൾ 50 രൂപയ്ക്കോ അതിൽ താഴെയോ നൽകുമെന്ന് ഔദ്യോഗികമായി വാഗ്ദാനം ചെയ്തിട്ടില്ല. എന്നാൽ ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട് വിവിധ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ BJP നേതാക്കൾ നടത്തിയ പ്രസ്താവനകളും അതിനെ ചൊല്ലിയുള്ള ചർച്ചകളും താഴെ പറയുന്നവയാണ്. GST പരിധിയിൽ ഉൾപ്പെടുത്തൽ. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST പരിധിയിൽ കൊണ്ടുവന്നാൽ വില 60 രൂപയോളമായി കുറക്കാൻ സാധിക്കുമെന്ന് 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് BJP നേതാവ് കുമ്മനം രാജശേഖരൻ പ്രസ്താവിച്ചിരുന്നു. വ്യാജ പ്രചാരണങ്ങൾ. BJP അധികാരത്തിൽ വന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളവർക്ക് 62 രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണങ്ങൾ, ഫേക്ക് ന്യൂസ് നടന്നിരുന്നു. എന്നാൽ പാർട്ടി അങ്ങനെ ഒരു അന്വേഷണം നൽകിയിട്ടില്ലെന്ന് വസ്തുതാന്വേഷകർ ഫാക്ട് ചെക്ക് മനോരമ ഓൺലൈൻ കണ്ടെത്തിയിട്ടുണ്ട്.
വില പുനഃപരിശോധന. രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളകളിൽ BJP അധികാരത്തിൽ വന്നാൽ ഇന്ധന നികുതികൾ കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിരുന്നു. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതിയും അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിൽ പെട്രോൾ വില നിശ്ചയിക്കുന്നത്. അല്ലാതെ 50 രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്ന വാഗ്ദാനം BJPയുടെ ഔദ്യോഗിക പ്രകടന പത്രികകളിൽ ഉണ്ടായിരുന്നില്ല. എന്താണ് പറയുന്നത്? BJP ഒരിക്കലും 50 രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്ന വാഗ്ദാനം നൽകിയിരുന്നില്ല. മറിച്ച് BJP നേതാവായ കുമ്മനം രാജശേഖരൻ പറഞ്ഞത് GSTക്ക് കീഴിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വരികയാണെങ്കിൽ 1 ലിറ്റർ പെട്രോളിന്റെ വില എന്ന് പറയുന്നത് 60 രൂപയോളം എത്തിയേക്കാം എന്നാണ്. അത് ശരിയാണോ? ശരിയാണ്. ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പോകുന്നത് GSTയിലല്ല, വാറ്റിലാണ് എന്ന് നിങ്ങൾക്കറിയാമോ? വാറ്റ് ആയതുകൊണ്ട് മാത്രം 1 ലിറ്റർ പെട്രോളിന്റെ വില മാത്രം എടുക്കുക. എത്ര രൂപയാണ് നിങ്ങൾക്ക് അധികം വരുന്നത് എന്ന് നോക്കാം. 1 ലിറ്റർ പെട്രോൾ വിലയുടെ ഏകദേശ ഘടന: ഇന്ധനത്തിന്റെ യഥാർത്ഥ വില പ്ലസ് ട്രാൻസ്പോർട്ട് ചാർജ് കൂട്ടുമ്പോൾ 55 മുതൽ 58 വരെ രൂപ. കേന്ദ്ര നികുതി 19 രൂപ 90 പൈസ. ഡീലർ കമ്മീഷൻ പമ്പ് ഉടമകൾക്ക് 3.5 രൂപ മുതൽ 4 രൂപ വരെ. കേരള സംസ്ഥാന നികുതിയും സെസ്സുകളും കൂട്ടുമ്പോൾ 27 രൂപ 50 പൈസ മുതൽ 29 രൂപ വരെ. നിങ്ങൾ നൽകുന്ന ആകെ വിപണി വില 113 രൂപ മുതൽ 115 രൂപ വരെ. ഇതാണ് നിലവിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വില നിലവാരം, അല്ലെ? ഇതില് 29 രൂപ വരെ വരുന്ന സെസ് എമൗണ്ട് ഉണ്ടല്ലോ, അത് കേരള സർക്കാരിന് മാത്രം നമ്മൾ കൊടുക്കുന്നതാണ്. ഇത് തമിഴ്നാട്ടിൽ എത്തുമ്പോൾ മാറും, കർണാടകയിൽ എത്തുമ്പോൾ മാറും, പല പല സ്ഥലത്ത് എത്തുമ്പോൾ ഈ സെസ് മാറിക്കൊണ്ടിരിക്കും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഘടന പോകുന്നത്? ഇത് GSTയിൽ അല്ല എന്നതുകൊണ്ടാണ്. ഇത് വാറ്റിലായതുകൊണ്ടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത്രയധികം കാശ് കൊടുക്കേണ്ടി വരുന്നത്. യഥാർത്ഥ വില എന്താണ് പെട്രോളിന്റെ? അത് 55 മുതൽ 58 വരെയാണ്. നിങ്ങൾ ഇപ്പൊ വായിച്ചല്ലോ. ഇനി GSTയിൽ ആവുകയാണെങ്കിൽ ഈ സ്ലാബ് എങ്ങനെ മാറും? പെട്രോളിന്റെ യഥാർത്ഥ വില, അന്താരാഷ്ട്ര വില പ്ലസ് ശുദ്ധീകരണ ചെലവ് പ്ലസ് കടത്തുകൂലി എല്ലാം കൂടി ഏകദേശം 56 രൂപ. ഡീലർ കമ്മീഷൻ 4 രൂപ. GST നികുതി 28% 16 രൂപ. അതായത് CGST കേന്ദ്രം കൊണ്ടുപോകുന്നത് 8 രൂപ, സംസ്ഥാന GST 8 രൂപ, സെയിം തന്നെയാണ് വരുന്നത്. 16 രൂപ രണ്ടായിട്ട് വായിക്കുമ്പോൾ ഉപഭോക്താവ് ആകെ നൽകേണ്ട വില 76.80 പൈസ. എത്ര രൂപയാകും? 76.80 പൈസ എന്നത് ഏകദേശ വിലയാണ് പറയുന്നത്. ഏകദേശം ഈ പറയുന്ന എല്ലാ ടാക്സുകളും കൂട്ടി GSTക്ക് കീഴിൽ വന്നാൽ വില 115 നിന്ന് അങ്ങനെ 78 പോകും. എന്തുകൊണ്ടാണ് GSTക്ക് കീഴിൽ വരാത്തത്? സംസ്ഥാനങ്ങൾ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ കാര്യം. കഴിഞ്ഞ ധനമന്ത്രി ബാലഗോപാലനൊക്കെ വലിയ രീതിയിൽ ഇതിനെതിരെ പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വന്നിരുന്നു. രംഗത്ത് വന്നിട്ട് അവർ പറഞ്ഞത് ഇപ്പോൾ പെട്രോളിയം ഇനങ്ങളുടെ ആ ഒരു നികുതി പണം മാത്രം 8000 കോടി രൂപയാണ് കേരളത്തിന് ലഭിക്കുന്നത്. അത് വാറ്റിലായതുകൊണ്ടാണ്. അതായത് നമ്മളെടുത്ത് ഇപ്പൊ പിടിച്ചു പറിക്കുന്നത് കൊണ്ടാണ് 27 രൂപ അല്ലെങ്കിൽ 28 29 രൂപ നമ്മളെടുത്തുനിന്ന് സെസ്. അറിയാലോ, സാമൂഹിക പെൻഷൻ കൊടുക്കാണെന്ന് പറഞ്ഞുകൊണ്ട് 2 രൂപ അധികം പിടിച്ചു പറിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തത് കൊണ്ടാണ് ഈ 8000 കോടി കിട്ടുന്നത്. അപ്പം വാറ്റിൽ നിന്ന് മാറ്റി GSTയിലാക്കിയാൽ ജനങ്ങൾക്ക് പ്രയോജനമാണ്. ജനങ്ങളുടെ നികുതി എന്ന് പറയുന്നത് കുറയും. പക്ഷേ സംസ്ഥാനങ്ങൾക്ക് ഈ അധിക നികുതി നമ്മുടെ അടുത്ത് ഇപ്പോ പെട്രോളിന്റെ പേരിൽ പിടിച്ചു പറിക്കുന്നത് പറ്റില്ല. അതുകൊണ്ട് അവരൊരിക്കലും ഇതിനെ അനുകൂലിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും വാറ്റിൽ കിടന്ന് കറങ്ങുന്നതും നമുക്ക് അധിക വില പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടാവുന്നതും. ഇങ്ങനെ അധിക വില കൊടുക്കുമ്പോൾ നമ്മൾ പെട്രോളിനും ഗ്യാസിനും മാത്രമല്ല അധിക വില കൊടുക്കുന്നത്, എല്ലാ അവശ്യ സാധനങ്ങളുടെയും വില ഉയർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം എല്ലാ സാധനങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്യണം. അരിയാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും പാലാണെങ്കിലും എല്ലാം ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്കെല്ലാം വിതരണം ചെയ്യുന്നത്. ഈ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇന്ധനം വേണം. അത് CNG ആയാലും പെട്രോൾ ആയാലും ഡീസൽ ആയാലും ഈ ഇന്ധനം ഉപയോഗിച്ചാണ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ധനത്തിന് വില കൂടി വരുമ്പോൾ എല്ലാ രീതിയിലും അത് ബാധിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയില് അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പൊ ദോശ ഉണ്ടാക്കാറില്ല, പാല് തിളക്കാനായിട്ട് സമയം എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. ഇതൊക്കെയും വളരെ കണ്ണീരോടുകൂടി BJP സർക്കാരിന്റെ മോശം കാര്യങ്ങളായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി BJP സർക്കാർ മാത്രമാണോ ഇതിന് ഉത്തരവാദി എന്നുള്ളതാണ്. BJP ഒരിക്കലും വാഗ്ദാനം ചെയ്തിട്ടില്ലാത്ത സംഗതികൾ അവരുടെ തലയിൽ കെട്ടിവെക്കുന്നത് ആരാണ് ഇതൊക്കെ പറഞ്ഞു വരുത്തുന്നത്? ഇപ്പോൾ എന്തുകൊണ്ടാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് കുറവ് വരുന്നത്? ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്ന വലിയൊരു പ്രശ്നത്തെപ്പറ്റി, യുദ്ധത്തെപ്പറ്റി അറിവില്ലാത്തവരാണോ ഇവരെല്ലാം? മാധ്യമപ്രവർത്തകർക്കെങ്കിലും മിനിമം അറിവില്ലേ? എന്നിട്ടും ഇത് മറച്ചു വെച്ച് എന്തുകൊണ്ട് ഇവർ ജനങ്ങൾക്ക് മുന്നിൽ ഈ നാടകം കളിക്കുന്നു? BJPക്കെതിരെ നിൽക്കണം, അല്ലെ? BJPക്കെതിരെ നിൽക്കണം, BJPയെ തോൽപ്പിക്കണം, മോദിയെ കല്ലെറിയണം. ഇത് മാത്രമാണ് ഇവരുടെ അജണ്ട. അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തുടർന്ന് കാണുക പോളി ന്യൂസ്.